ഇന്ന് ഞാൻ നിങ്ങളുമായി സെൽഫ് ലവിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഹൗ യു ലവ് യുവർ സെൽഫ് ഇസ് ഹൗ യു ടീച്ച് അതേഴ്സ് ടു ലവ് യു എന്ന് രൂപി കൗർ പറയുന്നു. മറ്റുള്ളവർ നമ്മെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നത് നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണുള്ളത്. റോബർട്ട് മോർലി പറയുന്നു, ടു ഫോൾ ഇൻ ലവ് വിത്ത് യുവർ സെൽഫ് ഈസ് ദി ഫസ്റ്റ് സീക്രട്ട് ടു ഹാപ്പിനെസ്. സെൽഫ് ലവ് എന്നത് സന്തോഷത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ്. ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന സെൽഫ് ലവ് എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നത് സെൽഫ് ലവ് വളർത്തിയെടുക്കുവാനും അതുമൂലം ജീവിതത്തിൽ പല പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കുവാനും സഹായകരമാണ്. നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനും ഹാപ്പിനെസ്സിനും സമാധാനത്തിനും സെൽഫ് ലവ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സെൽഫ് ലവ് മൂലം നമുക്കുണ്ടാകുന്ന പല പ്രത്യേകതകളുമാണ് ഈ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നമ്മെ നയിക്കുന്നത്. ആദ്യമായി സെൽഫ് ലവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ കുറ്റബോധം, നാണം, നമ്മൾ കൊള്ളാത്തവരാണെന്ന ചിന്ത എന്നിവയെല്ലാം കുറയുന്നു. നമ്മുടെ കഴിവുകളെ എന്ന പോലെ നമ്മുടെ കുറവുകളെയും നമ്മൾ അംഗീകരിക്കാൻ ആരംഭിക്കുന്നു. മറ്റൊന്ന്, സെൽഫ് ലവ് ഉള്ള വ്യക്തികൾക്ക് സ്ട്രെസ്സും ചലഞ്ചുകളും കൂടുതൽ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇവർ സ്വയം സഹാനുഭൂതിയും ദയയും കാണിക്കാൻ തയ്യാറാകുന്നു. സെൽഫ് ലവ് ഉള്ള വ്യക്തികളുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർ കൃത്യമായ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നുവെന്നത്. ഇത് ആവശ്യത്തേക്കാൾ കൂടുതൽ നമ്മളെ തന്നെ ലഭ്യമാക്കാതിരിക്കാനും ടോക്സിക്കായ ബന്ധങ്ങൾ നമ്മളെ ഡ്രെയിൻഡ് ഔട്ട് ആക്കാതിരിക്കാനും സഹായിക്കുന്നു. മറ്റൊരു പ്രത്യേകത, ഇങ്ങനെയുള്ളവർ ചുറ്റുമുള്ള ഫാക്ടേഴ്സിനെ ആശ്രയിച്ചല്ല സന്തോഷം കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ഇവർ ഉള്ളിൽ നിന്നും സമാധാനവും സന്തോഷവും കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾ തങ്ങൾ എങ്ങനെയാണോ, തങ്ങൾക്ക് എന്തുണ്ടോ എന്നതിന് നന്ദിയുള്ളവരായിരിക്കും. ഇത് സ്വന്തം ജീവിതത്തിനെ കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യാൻ കാരണമാകുന്നു. മറ്റൊന്ന്, കൂടുതൽ ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ സെൽഫ് ലവ് സഹായിക്കുന്നുവെന്നത്. കാരണം നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ് മറ്റുള്ളവർ എന്നെ കാണുന്നത്. സെൽഫ് ലവ് ഉള്ള വ്യക്തികൾ സ്വയം ട്രസ്റ്റ് ചെയ്യുന്നു. അവരെങ്ങനെയാണോ അതുപോലെ അംഗീകരിക്കുന്നു. ഇതുമൂലം ഓവർ തിങ്കിങ്ങും ആകുലതയും ഇവരിൽ കുറയുന്നു. അൺറിയലിസ്റ്റിക്കായ എക്സ്പെക്റ്റേഷൻ അവർ സ്വയം സെറ്റ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രധാന കാര്യമാണ്, തങ്ങൾ ചെയ്തു പോയ പഴയ തെറ്റുകളെ ഇവർ ക്ഷമിക്കാൻ തയ്യാറാകുന്നുവെന്നത്. അതുകൊണ്ട് സ്വയം ശിക്ഷിക്കാതെ കുറ്റപ്പെടുത്താതെ സമാധാനത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾ സ്വന്തം മൂല്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസൃതമായി ജീവിക്കുന്നതുകൊണ്ട് ഒരു ആന്തരിക സമാധാനവും എ സെൻസ് ഓഫ് സെൽഫ് ഫുൾഫിൽമെൻറ്റും ഇവർ അനുഭവിക്കുന്നു. ഇവർ സ്വയം ടേക്ക് കെയർ ചെയ്യുകയും സ്വന്തം മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർ ശാരീരിക ആരോഗ്യമുള്ളവരും രോഗങ്ങളിൽ നിന്നും സ്ട്രോങ് ഇമ്മ്യൂണിറ്റി ഉള്ളവരുമായിരിക്കും. അങ്ങനെ ഏതൊരു മേഖലയിലും വളരാൻ സെൽഫ് ലവ് സഹായകരമാണ്. നമ്മുടെ സ്വന്തം ഹീലിംഗിലൂടെ സെൽഫ് ലവ് എങ്ങനെ വളർത്തിയെടുക്കാൻ സഹായിക്കുമെന്ന് ഡോക്ടർ കരിഷ്മ അഹൂജ പറയുന്നുണ്ട്. നമ്മുടെ പല സ്വഭാവങ്ങളുടെയും അടിസ്ഥാനം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനമാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ആകട്ടെ നമ്മൾ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളെയും അബ്സോർബ് ചെയ്ത് അതിനനുസൃതമായാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പല അടിസ്ഥാന വിശ്വാസങ്ങളുമാണ് നമ്മുടെ സെൽഫ് ലവിനെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ ചെറുപ്പകാലത്തെ നമ്മുടെ സ്ഥായിയായ വിശ്വാസങ്ങൾ, ഫീലിങ്സ്, അഭിപ്രായങ്ങൾ എന്നിവ എന്തെല്ലാമായിരുന്നുവെന്ന് സ്വയം പരിശോധിക്കാം. നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെയുമെല്ലാം വീക്ഷണങ്ങൾ, അഭിപ്രായങ്ങൾ, ലോകത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ, നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സ്വന്തം വിശ്വാസങ്ങളെ തിരിച്ചറിയാൻ സഹായകരമാണ്. അവയെ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കാം. അങ്ങനെ സെൽഫ് ലവിൻ്റെ ആദ്യത്തെ പടി എന്നത് നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം നടക്കുന്നുവെന്ന് തിരിച്ചറിയലാണ്. അടുത്ത പടിയാണ് അവയെ ചലഞ്ച് ചെയ്യുന്നത്. ഈ നെഗറ്റീവ് ചിന്തകളെ ചോദ്യം ചെയ്യുന്നതാണ്. ഇവ സത്യമാണോ, ഇന്ന് ഞാൻ അതാണോ എന്നെല്ലാം. തീർച്ചയായും അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മൾ അതിനേക്കാളെല്ലാം വളർന്നു കഴിഞ്ഞുവെന്ന്. കൂടുതൽ വിദ്യാഭ്യാസം, ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും നമ്മെ മാറ്റിയെന്ന്. ഇന്ന് ലഭ്യമായിട്ടുള്ള പല അവസരങ്ങളും സാധ്യതകളും എനിക്കും ഉപയോഗിക്കാൻ സാധിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സെൽഫ് ടോക്കിനെ ചലഞ്ച് ചെയ്യാനാകും. ഇങ്ങനെ ദിവസവും നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിന് പുതിയ ചിന്തകൾ, പോസിറ്റീവ് ചിന്തകൾ കിട്ടുകയാണ്. അവയുമായി വർക്ക് ചെയ്യുവാൻ, പഴയതിനെ തിരുത്തി എഴുതുവാൻ,
ഇങ്ങനെ 3 മാസത്തോളം ദിവസവും 10 മിനിറ്റോളം എടുത്ത് 1-2 നെഗറ്റീവ് ചിന്തകളെ ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ നമ്മുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ കണക്ടിവിറ്റീസ് ഉണ്ടാക്കിയെടുക്കുവാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന പുതിയ പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നെഗറ്റീവായ ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ അവയെ അടിച്ചു താഴ്ത്തുവാൻ, സപ്രസ് ചെയ്യുവാൻ ശ്രമിക്കുന്നതിന് പകരം അവയെ സ്വയം തിരിച്ചറിയുവാനും അംഗീകരിക്കുവാനും ശ്രമിക്കുക. ഉദാഹരണമായി ഭയമോ ദേഷ്യമോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിന് സന്ദേശം നൽകുകയാണ്, ഞാനായിരിക്കുന്നത് സുരക്ഷിതമാണ്, ഐ ആം സേഫ് ബീയിങ് മൈസെൽഫ് എന്ന്. ഇങ്ങനെ നമ്മുടെ ഇന്നർ ചൈൽഡിന്, അതായത് നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എല്ലാം അടങ്ങിയിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഈ ഒരു ഭാഗത്തിന് ഞാൻ കെയർ ചെയ്യപ്പെടുന്നു എന്ന ചിന്ത കിട്ടാൻ സഹായകരമായിരിക്കും. അടുത്തതായി, ഞാൻ എൻ്റെ നെഗറ്റീവ് വികാരങ്ങളെ അംഗീകരിക്കുന്നുവെങ്കിലും എനിക്ക് ഇങ്ങനെയല്ല അനുഭവപ്പെടേണ്ടത്, ഫീൽ ചെയ്യേണ്ടത്. എനിക്ക് ദേഷ്യം അനുഭവപ്പെടേണ്ട, ഞാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് തോന്നണ്ട, ഈ നെഗറ്റീവ് വികാരങ്ങളെ എനിക്ക് ഹോൾഡ് ചെയ്യേണ്ട. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡിനോട് നമുക്ക് ഫീൽ ചെയ്യേണ്ടാത്ത വികാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 2-3 തവണ ആഴത്തിൽ ശ്വാസമെടുക്കുക. കൂടെ 6-7 വയസ്സുള്ള നമ്മെ മനസ്സിൽ കാണുക. പുഞ്ചിരിച്ചുകൊണ്ട് ഇന്നർ ചൈൽഡിനോട് പറയാം, നമുക്ക് ഒരുമിച്ച് ഈ വികാരത്തെ കടന്നു പോകാൻ അനുവദിക്കാം. പ്ലീസ് ലെറ്റ് ഗോ. ദയവായി ഇതിനെ കടന്നു പോകാൻ അനുവദിക്കുക എന്ന് കുറച്ചു തവണ ആവർത്തിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നർ ചൈൽഡ് ഈ പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കാനും അങ്ങനെ സാവധാനം അതിൻ്റെ നെഗറ്റീവ് മെമ്മറീസിനെ, നെഗറ്റീവ് അനുഭവങ്ങളെ റിലീസ് ചെയ്ത് ക്ലീൻ ആകുവാനും ഇത് സഹായിക്കും. ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി തൻ്റെ വിഷമങ്ങളെല്ലാം നമ്മളോട് പങ്കുവെക്കുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരു ആശ്വാസം പോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡിൻ്റെ ഇമോഷൻസിനെ കേൾക്കുവാനും റിലീസ് ചെയ്യുവാനും സഹായിക്കുന്നത്. ഇങ്ങനെ ദിവസവും ചെയ്യുന്നത് നമ്മുടെ മൂടി വച്ചിരിക്കുന്ന, സപ്രസ് ചെയ്തിരിക്കുന്ന വികാരങ്ങളെ തിരിച്ചറിയുവാനും അവയിൽ നിന്നും മുക്തി നേടുവാനും സഹായിക്കും. ഒരു കൊച്ചുകുട്ടി തൻ്റെ പൊട്ടിയ കളിപ്പാട്ടവുമായി കളിക്കുന്നത് മുറിവേൽക്കാൻ സാധ്യതയുണ്ടാക്കും. എന്നാൽ ആ കുട്ടിയുടെ സ്നേഹമുള്ള അമ്മ ഈ പൊട്ടിയ കളിപ്പാട്ടത്തിന് പകരമായി മറ്റൊരു നല്ല കളിപ്പാട്ടം കൊടുക്കുന്നത് കുട്ടിയെ കൂടുതൽ സേഫായി കളിക്കുവാനും കളി കൂടുതൽ ആസ്വദിക്കുവാനും സഹായിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ അൺറിസോൾവ്ഡ് ആയ, പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാൻ സാഹചര്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ജീവിതം കൂടുതൽ ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കും. മറ്റൊരു ഫലപ്രദമായ കാര്യമാണ് ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് കണ്ണിലേക്ക് നോക്കുന്നത്. നമ്മുടെ കണ്ണുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള വാതിലുകളാണ്. ഇതിലൂടെ നോക്കി സ്വയം പറയാം, ഞാൻ നിന്നെ ആയിരിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു. അങ്ങനെ ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടാതെ പോയ, നഷ്ടപ്പെട്ടു പോയ സ്നേഹമോ അക്സെപ്റ്റൻസോ പരിഗണനയോ ഇപ്പോൾ കൊടുക്കാൻ ശ്രമിക്കാം. നീ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ നിന്നെ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് നമ്മളോടൊരു വ്യക്തി പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു ഗുഡ് ഫീലിംഗ് തന്നെയാണ് നമ്മൾ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി ആത്മാർത്ഥമായി പറയുമ്പോൾ ഉണ്ടാകുന്നത്. മറ്റൊരു മികച്ച ടെക്നിക്കാണ് നമ്മളെക്കുറിച്ച് തന്നെ ഒരു പവർഫുള്ളായ വാക്യമുണ്ടാക്കി ദിവസവും 8-10 തവണ രാവിലെയും വൈകിട്ടും എഴുതുന്നത്. ഉദാഹരണമായി, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഐ ആം ഇനഫ്, ഞാൻ മതിയായവനാണ്. അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും കിട്ടുവാനുള്ള അവകാശമുണ്ട് എന്നിങ്ങനെയുള്ളവ. ഏതെങ്കിലും ഒരു വാക്യം ഇത് ദിവസവും എഴുതുമ്പോൾ തലച്ചോറിൽ പുതിയ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉണ്ടാകുവാൻ അത് കാരണമാകും. ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാൻ സഹായകരമായ മറ്റൊരു ടെക്നിക്കാണ് നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നോ മറ്റു വ്യക്തികളിൽ നിന്നോ എന്ത് കേൾക്കാനാണ് ആഗ്രഹിച്ചത് അതുപോലെ നമ്മളോട് സംസാരിക്കുന്നത്. അതിനായി കണ്ണുകളടച്ച് നമ്മുടെ തന്നെ ചെറുപ്പകാലത്തൊരു ചിത്രം മനസ്സിൽ കൊണ്ടുവന്ന് ചെറുപ്പത്തിൽ കേൾക്കാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും പറയാം. ഉദാഹരണമായി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ വിശ്വസിക്കുന്നു, നിന്നെ മനസ്സിലാക്കുന്നു, ഞാൻ എപ്പോഴും നിനക്ക് വേണ്ടിയുണ്ട്, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു എന്നിവ. ഇതിപ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഒരു അമ്മയുടെ റോൾ പ്ലേ ചെയ്ത് നമ്മുടെ കുട്ടിയെപ്പോലെയുള്ള ഇന്നർ ചൈൽഡിനോട് പറയുമ്പോൾ അത് ഈ കുഞ്ഞിന് വളരെ സാന്ത്വനം നൽകുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ചെറിയ എക്സസൈസുകൾ നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കുവാനും വിലമതിക്കുവാനും അംഗീകരിക്കുവാനും നമ്മളെ തന്നെ ഹീൽ ചെയ്യുവാനും അങ്ങനെ സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കുവാനും സഹായിക്കും. കാരണം ഏതൊരു മേഖലയിലും
അത് ആരോഗ്യമാകട്ടെ, ബന്ധങ്ങളാകട്ടെ, സാമ്പത്തികമാകട്ടെ, വളരുവാനായി സ്വയം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് ആദ്യം ആവശ്യമാണ്. കാരണം നമ്മുടെ ചുറ്റുമുള്ള ലോകം നമ്മുടെ ഉള്ളിലെ അവസ്ഥയുടെ ഒരു റിഫ്ലക്ഷനാണ്, പ്രതിഫലനമാണ്. അതുകൊണ്ട് നമ്മളിൽ തന്നെ വർക്ക് ചെയ്ത്, നമ്മളെ തന്നെ ഹീൽ ചെയ്ത്, നമ്മളെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന വിജയങ്ങൾ നേടിയെടുക്കുവാൻ സഹായിക്കും. സെൽഫ് ലവിലൂടെ കൂടുതൽ സന്തോഷവും വിജയവും ആസ്വദിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടുതൽ തുറവിയോടെ സേവനം ചെയ്യുവാൻ ഇതുമൂലം നമുക്ക് സാധിക്കുന്നു.